ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ഇഡി ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കള്ളപ്പണ ഇടപാടുകൾ പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. എന്നാൽ സമാന്തര അന്വേഷണം ഇഡി നടത്തുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ മുരാരി ബാബു, എൻ വാസു എന്നിവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അതിനിടെ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന്റെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഇഡിക്ക് അന്വേഷണ രേഖകൾ കിട്ടാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? ഒപ്പം രമേശ് ചെന്നിത്തലയുടെ മൊഴി, വ്യവസായിയുടെ മൊഴിയൊക്കെ കേന്ദ്രീകരിച്ചുള്ള SITയുടെ തുടർ നീക്കങ്ങൾ ഇനി ഏത് തരത്തിലാകും? ആര്യ, തീർച്ചയായിട്ടും ഈ സമാന്തര അന്വേഷണത്തെ ഈ SIT സംഘവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ എതിർക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ രേഖകളെല്ലാം തന്നെ SIT ഈ പറയുന്ന ഇഡിക്ക് കൈമാറേണ്ടതില്ല എന്നുള്ള നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചതാണ്. അങ്ങനെ ഒരു സമാന്തര അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനമായി അങ്ങനെ ഒരു കാര്യം കോടതിയിൽ അറിയിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടോ അല്ലെങ്കിൽ അത്തരം വലിയ കള്ളപ്പണ ഇടപാടുകളോ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ തടസ്സങ്ങളില്ല. പക്ഷേ രേഖകളെല്ലാം തന്നെ ഇഡിക്ക് കൈമാറുന്നത് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് ഒരു തടസ്സം സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രധാനമായും കോടതിയിൽ അറിയിക്കാൻ സാധ്യത. എന്തായാലും ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പരിഗണിക്കുകയാണ്. അതിനുശേഷം കോടതിയാണ് അതിനകത്തൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ എന്തായാലും അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് നിയമ വിദഗ്ധരോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ളൊരു വ്യവസായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി അത് വളരെ പ്രധാനമായി തന്നെയാണ് SIT സംഘം കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും അതിൽ വിശദമായ രീതിയിൽ അന്വേഷണം നടത്താൻ കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പുരാവസ്തു തട്ടിപ്പ് അന്താരാഷ്ട്ര സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. 500 കോടിയുടെ ഇടപാടുകൾ നടന്നു എന്നുള്ള കാര്യം കൂടി മൊഴി SIT സംഘത്തിന് നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രീതിയിൽ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ അന്വേഷണം ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീളുകയാണ്. ആര്യ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.